വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് അതിനൊരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാൻ പോവുകയാണേ. അപ്പോൾ അത് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടേന്ന് ചോദിച്ചാൽ ഇതേപോലത്തെ കമ്പി, നൂൽക്കമ്പി കുറച്ചുകൂടെ കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് എൻ്റെ കയ്യിൽ തീരെ കട്ടി കുറവാണേ. നേരത്തെ വീട്ടിൽ എന്തോ ആവശ്യത്തിന് വാങ്ങിച്ചതാണ്, പക്ഷേ അതിന് ബാലൻസ് വന്നപ്പോൾ ഞാനെടുത്ത് ഇതുപോലെ സൂക്ഷിച്ചിങ്ങനെ ചുറ്റി വെച്ചിരുന്നതാണേ. അപ്പം അതിൽ കമ്പി വേണം. പിന്നെ ഒരു നൂല്, നമുക്കത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ മെയിൻ സാധനം എന്ന് പറഞ്ഞത് ഇതാണ്, ക്ലിങ് ഫിലിം. നമ്മുടെ കോണൊക്കെ വാങ്ങിക്കുമ്പോൾ അത് റാപ്പ് ചെയ്ത് വരത്തില്ലേ, അല്ലെ ബേക്കറിയിൽ നിന്ന് ചിലപ്പം ചില പലഹാരങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്തരം കവറിലിങ്ങനെ പാക്ക് ചെയ്ത് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതെടുത്താലും മതിയാവും. പിന്നെ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസ് വേണം. അത് ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഇനി അതൊന്നും ഇല്ലാത്തവർക്ക് അടുത്ത ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും മുത്തോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് വൈറ്റ് ക്ലോത്ത് വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ടൈറ്റ് ചെയ്ത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാവും. പിന്നെ കുറച്ച് പെയിൻറ്റും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു ഫ്ലവർ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പി നമ്മൾ ഇത്ര നീളം വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു റൗണ്ട് ഷേപ്പുള്ള എന്തെങ്കിലും ഒരു പാട്ടയോ ബോട്ടിലോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഒരു ഭാഗത്ത് നീളം കുറച്ച രീതിയിൽ കണ്ടോ, ഒരു സൈഡിൽ നീളം കുറഞ്ഞതായിരിക്കണം, മറ്റേ സൈഡിൽ നീളം കൂടുതൽ വേണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കുക, ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഒരു ഗമ്മിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ അതത്ര ചെറുതായതുകൊണ്ടാണ്. കുറച്ചുകൂടെ വലിയതാണെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മളങ്ങനെ ഒരു 4-5 പെറ്റൽസിന് വേണ്ടിയിട്ടുള്ളത് നമ്മളൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ടേ. ഇനി നമ്മളിതിലെല്ലാം ആ ക്ലിൻ ഫിലിം നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. അത് കട്ടിയുള്ള കമ്പിയൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് വലിഞ്ഞ് നല്ലതായിട്ട് ടൈറ്റായിട്ടിരുന്നോളും. ഇതിപ്പോൾ നമ്മൾ പിടിക്കുന്നതിനനുസരിച്ച് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ആ കമ്പി അങ്ങ് ഷേപ്പ്ലെസ് ആയി പോകുന്നുണ്ടായിരുന്നേ. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. അങ്ങനെ എല്ലാ പെറ്റൽസും നമ്മൾ ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ കളർ ചെയ്തെടുക്കുന്നുണ്ട്, പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്താൽ ഇതിൽ പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ പിന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തെല്ലാം ആകും. ശരിക്കും കുറച്ച് സമയം എടുക്കും ഉണങ്ങാനായിട്ട്. കണ്ടോ, നമ്മളത് കെട്ടുന്നതിനിടയ്ക്ക് തന്നെ അത് വളഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള കമ്പി ആകുമ്പോൾ നല്ല ഷേപ്പിന് വരികയും ചെയ്യും, എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പിടിക്കുന്നതിനനുസരിച്ച് ആ കമ്പി വളഞ്ഞൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം 2 എണ്ണമേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എക്സസ് ആയിട്ടുള്ളതെല്ലാം നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ടേ. അപ്പം കുറച്ച് അവിടെ ഇവിടെ ഒന്നും പൊങ്ങിയിരിക്കാതെ നല്ല നീറ്റായിട്ട് അതിനോട് ചേർത്ത് തന്നെ കെട്ടിയതിൻ്റെ നേരെ താഴെ വെച്ച് തന്നെ ചേർത്ത് അങ്ങ് കട്ട് ചെയ്തേക്കണേ. അതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ചെറുതായതുകൊണ്ട് തന്നെ കട്ടിയില്ലാത്ത കമ്പി ആയതുകൊണ്ട് വളഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഫൈനലിൽ ഞാൻ പിന്നെ അതെല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാത്തിലും അങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പെയിൻറ്റ് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനി 2 കളറായിട്ട് വേണേലും കൊടുക്കാം. കാര്യം ഏറ്റവും താഴെ ഡാർക്കും ആ മുകളിലോട്ട് വരുന്ന സൈഡിൽ ലൈറ്റ് ഷെയ്ഡും അല്ലെങ്കിൽ വൈറ്റ് ഷെയ്ഡ് അങ്ങനെയൊക്കെ കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരിക്കും. അപ്പം ഞാനിത് ഒരു കളർ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ തൽക്കാലം. അതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഷേപ്പ്ലെസ് ആയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുക്കുക. പിന്നെ ഇത്രയും നീളത്തിൽ തന്നെ വേറൊരു കമ്പിയും കൂടെ എടുത്തിട്ട് വേണം, ആ കമ്പിയിലാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതല്ല ഈർക്കിലാണേലും അതിലാണേലും ചുറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നടുക്കൊരു കമ്പി എടുത്തിട്ട് അതിൽ നമ്മളൊരു തെർമോക്കോളിൻ്റെ ഒരു വൈറ്റ് ബോൾ നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അതിന് ശേഷം ഓരോ പെറ്റൽസായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുത്താൽ മതിയാവും. തീരെ കട്ടി കുറഞ്ഞ കമ്പി ആയതുകൊണ്ട് പെട്ടെന്ന് ചുറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ, കുഴപ്പമില്ല. ഇത് കണ്ടോ, നമ്മൾ ഓരോ പെറ്റൽസായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാം പെയിൻ്റെല്ലാം പോവുകയും ചെയ്യും, ഒരു വൃത്തി കാണത്തുമില്ല. അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചുറ്റിയെടുക്കണം ഒന്നിച്ചേ. അതിന് ശേഷം ബാക്കി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. ഇത് കണ്ടോ, മൊത്തം കമ്പിയും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ.
അതിനുശേഷം നമ്മൾ പെറ്റൽസ് കുറച്ചുകൂടെ ഒന്ന് ഭംഗിക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ തെർമോക്കോൾ ബോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് ഒട്ടിച്ച് കൊടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം വെച്ച് കൊടുത്തിട്ടേ ഉള്ളേ. കണ്ടോ, ജസ്റ്റ് ഒന്ന് കണ്ടോ, ഒന്ന് ചരിച്ചൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മുടെ കയ്യിലൊരു ഗ്രീൻ കളറിലെ ടേപ്പ് ഉണ്ട്, അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾക്കിനി അതല്ല ടേപ്പൊന്നും ഇല്ല, പച്ച കളറിലെ പെയിൻ്റ് ആണെങ്കിലും അടിച്ചു കൊടുത്താൽ മതിയാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ പഴയ തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് എന്തെങ്കിലും കൊണ്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ ഒരു വേസ്റ്റ് സാധനങ്ങൾ മാത്രമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ടേപ്പ് എന്തെങ്കിലും നേരത്തെ മറ്റേ ഒരു ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ബാലൻസ് വന്ന ടേപ്പാണേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതങ്ങ് ഒട്ടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതല്ല പെയിൻറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്ലോത്ത് ഗ്രീൻ കളറിലെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ പൂക്കളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ടൈം ഒരുപാട് എടുക്കുന്നത് കൊണ്ട് പറ്റിയില്ല. ഞാൻ 2 എണ്ണമേ ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് വെക്കാനായിട്ടൊരു ചെറിയൊരു ഫ്ലവർ വേസ് പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു വാട്ടർ ബോട്ടിൽ, വെള്ളം കിട്ടുന്ന ഒരു ബോട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. പിന്നെ അതിനകത്തോട്ട് കുറച്ച് ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കട്ടിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ്, ഒരു ശകലം കട്ടിയുള്ള കാർഡ്ബോർഡ് ആ കുപ്പിയുടെ ഷേപ്പിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെക്കാം. കാര്യം ആ പൂവിനെ അതിനെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഹോൾ ഇടണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹോൾ ഇടാതെ വെച്ച് കൊടുത്തിരിക്കുന്നത്, പക്ഷേ പിന്നെ എടുത്ത് ഞാൻ ഹോൾ ഇടുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബാലൻസ് ഉള്ള ടേപ്പ് തന്നെ നമ്മൾ അതിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച കളറിലെ പെയിൻ്റ് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഴയ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താലും മതിയാവും. ഇപ്പോൾ എൻ്റെ ഈ ടേപ്പ് ഉള്ളത് കൊണ്ട് ഞാനിതങ്ങ് ഒട്ടിച്ച് കൊടുക്കുവാണേ. നല്ലതായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന കാർഡ്ബോർഡിൽ ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ പൂവൊന്ന് ഇറക്കി വെച്ചാൽ മതി. പച്ച കളറിലെ പേപ്പർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലീഫ് പോലൊക്കെ കട്ട് ചെയ്ത് ഇതിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താലും മതിയാവും. നല്ല ഭംഗിയായിരിക്കും കാണാനൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം പോയത് കൊണ്ട് ഞാൻ അതിനൊന്നും ചെയ്യാനായിട്ട് തുനിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതേ കണ്ടോ, 2 ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പൂവിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ഫ്ലവർ വൈസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പൂക്കൾ കാണാൻ ഭംഗിയുണ്ടല്ലേ, ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നമ്മളത് ജസ്റ്റ് അതിലോട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഭാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആ ബോട്ടിൽ അതിന് ആപ്റ്റായിരുന്നേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്